വലിയ രീതിയിൽ താരിഫുകൾ ഉയർത്തിക്കൊണ്ട് രാജ്യങ്ങളെ വരുതിയിലാക്കാം എന്ന് തീരുമാനിച്ചിറങ്ങിയ ട്രംപിന് ആദ്യം പണി കൊടുത്തത് ചൈനയായിരുന്നു. ചൈനയ്ക്കാണ് വലിയ കയറ്റുമതി US ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ US നിന്നുള്ള ഇറക്കുമതി ചൈനയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ട്രംപ് വലിയ താരിഫ് തന്നെയാണ് ചൈനയ്ക്ക് മേൽ അടിച്ചു കൊടുത്തത്. പക്ഷെ അതിന് പ്രതികാരമായി പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് ചൈന തിരിച്ചടിച്ചു. ഇതോടുകൂടി ട്രംപ് ഈ താരിഫ് ഒരു വാർ നിർത്തി വെക്കുകയും തൽക്കാലം അത് മരവിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അത് ഫലം കണ്ടില്ല. പിന്നീട് നാം കേട്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചൈന ഒരു വലിയ ആരോപണമായി രംഗത്തെത്തി. അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചിപ്പുകൾ അമേരിക്ക ചാരപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ആ ചിപ്പുകൾ തങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തുന്നു എന്നാണ് ചൈന പറഞ്ഞത്. ഇപ്പോഴിതാ പുതിയ ഒരു പ്രഖ്യാപനം കൂടി, അല്ലെങ്കിൽ ഒരു പുതിയ നീക്കം കൂടി ചൈന സർക്കാർ നടത്തിയിരിക്കുന്നു. റയർ മെറ്റൽസ് കയറ്റുമതിക്ക് നിയന്ത്രണം ചൈന ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അമേരിക്കയെ മാസങ്ങളോളം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അതായത് റയർ മെറ്റൽസ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ, ഒപ്പം തന്നെ സ്മാർട്ട് ഫോണുകൾ, യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിനൊക്കെ ആയിട്ടാണ് ഈ റയർ മെറ്റൽസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, അമേരിക്ക ഇലക്ട്രിക് വാഹനങ്ങളുടെയും യുദ്ധവിമാനങ്ങളുടെയും നിർമ്മാണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഈ റയർ മെറ്റൽസിന് കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്നത് മൂലം മാസങ്ങളോളം തന്നെ ഈ മേഖല അമേരിക്കയെ മന്ദീഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ആഗോള റയർ മെറ്റൽ സംസ്കരണത്തിൽ 90% നിയന്ത്രിക്കുന്നത് ചൈനയാണ്. അതിൻ്റെ കരുതൽ ശേഖരമായി 50% ഉള്ളതും ചൈനയുടെ പക്കലാണ്. മ്യാൻമാറിൽ നിന്നാണ് കൂടുതൽ റയർ മെറ്റൽസ് ചൈന ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത്. ചൈന ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ ഉത്തരവിൽ പറയുന്നു, ഈ കമ്പനികൾ, അതായത് റയർ മെറ്റൽസ് നിർമ്മിക്കുന്ന കമ്പനികൾ സർക്കാർ നൽകിയ കോട്ടയിൽ മാത്രമേ നിർമ്മിക്കാവൂ. ഒപ്പം തന്നെ കൃത്യമായ ഡേറ്റ സർക്കാരിന് നൽകണമെന്നും പറയുന്നു. അതായത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല, ഈ എന്താണോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കോട്ട അത് മാത്രം ഉൽപ്പാദിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ അതിവേഗം കുതിക്കുന്ന ഇലക്ട്രിക് വാഹന മേഖലയെ ഉൾപ്പെടെ അത് മന്ദീഭവിക്കാൻ ഇടയാകും. ഇതിന് സമാനമായി തന്നെ ഇന്ത്യക്കെതിരെയും ചൈന ഇതേ തന്ത്രം പ്രയോഗിച്ചിരുന്നു. ഇന്ത്യയുടെ വാഹന വിപണിയെയും അത് സാരമായി ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈന കഴിഞ്ഞ ദിവസം ചൈനയുടെ വാങ്ഹുയി, അതായത് അവരുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതിൽ പറയുന്നത് ഇന്ത്യക്കുള്ള റയർ മെറ്റൽസ് ഇറക്കുമതി തുടരും, ഒപ്പം തന്നെ ടണൽ ബോറിംഗ് മെഷീൻസ് ഇറക്കുമതി ചെയ്യും, വളങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന് ചൈന പറയുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.